നമസ്കാരം സുഹൃത്തുക്കളെ. ചൈനയിലെ ഷാങ്ഹായ് എയർപോർട്ടിൽ വെച്ച് ഒരു ഇന്ത്യൻ യുവതി അരുണാചൽ പ്രദേശിൽ നിന്നാണ് പ്രേമ വാങ്സിങ് എന്ന് പറഞ്ഞ യുവതിയെ ചൈനീസ് ഇമിഗ്രേഷൻ ഓഫീസർമാർ തടഞ്ഞു വെച്ചു 18 മണിക്കൂറോളം. കാരണം വേറൊന്നുമല്ല, താങ്കൾ അരുണാചൽ പ്രദേശിൽ നിന്നാണ്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമല്ല, ചൈനയുടെ ഭാഗമാണ്. അതുകൊണ്ട് താങ്കളുടെ പാസ്പോർട്ട് ഇൻവാലിഡ്, അയോഗ്യത ഉള്ള പാസ്പോർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് 18 മണിക്കൂറാണ് യുവതിയെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിന്ന് പഠിക്കാനായിട്ട് ട്വിറ്റർ ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ കണ്ണുടിക്കൊരു വിഷയം എന്ന് പറയുന്നത് ഷമാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ട്വിറ്ററിൽ പറയുന്നത്, ഡോക്ടർ ഷമാ മുഹമ്മദ്, കോൺഗ്രസ് സ്പോക്സ് പേഴ്സൺ, AICC, അങ്ങനെ എന്തൊക്കെയോ ബന്ധങ്ങളുള്ളൂ. ഈ പെൺകുട്ടിയെ എനിക്ക് വ്യക്തമായ പരിചയമൊന്നുമില്ല. ഞാൻ അവരെ പറ്റി വായിച്ചപ്പോൾ ഒരുപാട് ട്രോളുകളെ കണ്ടു. ഞാൻ അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അവരുടെ ഒരു പോസ്റ്റ് അവർ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ നടന്നിരിക്കുന്നു. എന്താണിത് മിസ്റ്റർ നരേന്ദ്രമോദി, താങ്കൾ ചെണ്ട കൊട്ടി നടക്കുകയാണോ? ജയശങ്കർ, താങ്കൾ ഇത് വിഷയം ശക്തമായി ചൈനയോട് അപലപിക്കണം. ഈ മിസ്റ്റർ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ചെണ്ട കൊട്ടുകാരൻ മാത്രമാണോ? ദിസ് ഇസ് ഹൗ യു ഡങ്ക ബജോങ്ക. എന്ത് വൃത്തികെട്ട ഒരു പദപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഞാൻ അവരുടെ സ്വഭാവ രൂപീകരണത്തെ പറ്റി ഒന്നും കിടക്കുന്നില്ല, വ്യക്തിഹത്യല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ സ്പോക്സ് വുമൻ ആയിട്ട് ഇൻചാർജ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന യുവതി. അവരൊരു കാര്യം മനസ്സിലാക്കണം. അതായത് അവർക്ക് ഒരുപാട് അഭിലാഷങ്ങൾ ഉണ്ടായിരിക്കാം. പാർലമെന്ററി അഭിലാഷം എന്ന് പറയില്ല, അത് രാജ്യസഭയിൽ വരണം, അല്ലെങ്കിൽ ലോക്സഭയിൽ വരണം, ഒരു പഞ്ചായത്തിലേക്ക് വരണം. ഒരു കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കി, ഇത് കാലം പഴയ കാലമല്ല. ഓക്കെ, അതായത് പെട്ടിപ്പിടുത്തക്കാരുടെയും പെട്ടി പിടിച്ചുകൊണ്ട് നടന്നവരുടെയും അല്ലെങ്കിൽ ഡൽഹിയിൽ പോയി ഒരു കൂട്ടം ആളുകളെ കണ്ടാലും ജയിപ്പിക്കുന്ന ഒരു ലോകമല്ല ഇത്. ശ്രീമാൻ നരേന്ദ്രമോദി ഇതിൽ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, പ്രശ്നം വേറൊന്നുമല്ല, അദ്ദേഹം പോയി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കൈ പിടിച്ചതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. എന്താണ് ചെയ്യേണ്ടിരുന്നത്? അതിന് പകരമായി നരേന്ദ്രമോദി അദ്ദേഹം പോയി തോക്കും എടുത്തുകൊണ്ട് വെടിവെൽക്കണോ? പരമാവധി എല്ലാ അയൽ രാജ്യങ്ങളുമായിട്ടും ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നത്. കാരണം വളരെ അത്യാവശ്യമാണ്, സൗഹൃദം മുന്നോട്ട് പോകണം. ഇവരുടെ ആവശ്യം എന്താണ്? ഈ ആവശ്യം എന്ന് പറയുന്നത് വേറെ മറിച്ചാണ്. യുദ്ധം വരണം, ചൈനയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കണം. ഇതിൽ നരേന്ദ്രമോദി എന്ത് ചെയ്യാൻ പറ്റും? ഏതോ ഒരു എയർപോർട്ടിലെ ഏതോ ഒരു വെറിയനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വർഗീയവാദിയായിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ ഓഫീസർ നമ്മുടെ ഒരു ഇന്ത്യൻ യുവതിയെ തടഞ്ഞു വെച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന അവരുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. അതൊന്നും 99% എത്ര ലക്ഷക്കണക്കിന് ഇന്ത്യക്കാര് ചൈനയിൽ പോകുന്നതാണ്. വ്യവസായം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, യാത്രകൾക്ക് പോകുന്നുണ്ട്. ഇതൊന്നും ഇതിന് മുമ്പ് ഒന്നും കേട്ടിട്ടില്ല. 1-2 വ്യക്തികൾ ഉണ്ടാക്കി വെക്കുന്ന, അല്ലെങ്കിൽ ചൈനയിലെ 1-2 സ്റ്റാഫിന്റെ മോശം പെരുമാറ്റം കൊണ്ട് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അത് അപ്പം തന്നെ തീർത്തു. അവിടെയുള്ള ഇന്ത്യൻ എംബസി ഇടപെട്ട് ആ പെൺകുട്ടിയെ മോചിപ്പിച്ചു. അത് പ്രശ്നം തീർത്തു. അതൊരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമില്ല. ഇവരുടെ ആവശ്യം എന്താണ്? ഈ പറയുന്ന യുവതിയും അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇതിനൊരു അന്താരാഷ്ട്ര ലെവലിലേക്ക് കൊണ്ടുപോയി ഇന്ത്യ ഒറ്റപ്പെടുത്തുക. എന്നിട്ട് പറയുക, ദേ കണ്ടില്ലേ, മോഡിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ? അയ്യോ, മോഡിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ? മോഡി വെറും ചെണ്ട കൊട്ടി നടക്കുകയാണോ? ആരോപണമാണ്. ഞാൻ ആരോപിക്കുകയാണ്. എന്താണ് ഇവരൊക്കെ പറയണ്ടേ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികാരം കിട്ടുമോ? എനിക്ക് വേറെ വിഷമം എന്ന് പറയുന്നത്, ഒരു ശക്തമായ പ്രതിപക്ഷം ഒരു രാജ്യത്തിന്റെ ഒരു ആരോഗ്യം നല്ലൊരു മെച്ചമായ സ്ഥിതിക്ക് വളരെ അത്യാവശ്യമാണ്. ശക്തമായിട്ട് പ്രതിപക്ഷം വേണം. ഭരണപക്ഷവും പ്രതിപക്ഷവും ശക്തമായാൽ മാത്രമേ സുസ്ഥിരമായിട്ടുള്ള ഭരണം ഉണ്ടാകുള്ളൂ. ഇതേപോലുള്ള കുറെ ആളുകൾ ഒരു പാർട്ടിയിൽ, ഇതാണോ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്? ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. ഇതിൽ നരേന്ദ്രമോദി ടാഗ് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഈ വക പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ പണവും എനർജിയും കൊടുത്ത് ഡിപ്ലോമാറ്റ്സിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ വരും, അത് കൈകടത്തും, തീർന്നു. ഇതിന് അന്താരാഷ്ട്ര ലെവലിൽ കൊണ്ടുപോയി 2 രാജ്യങ്ങൾ നമ്മൾ ബന്ധം ഉലയ്ക്കുക, ഇതാ ഉദ്ദേശം. വേറെ ഒന്നുമല്ല അവരുടെ. ഇത് താറടിച്ച് കാണിക്കുക BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു പരാജയം. ഇതിലെന്ത് പരാജയം? ഇന്ത്യയിൽ എന്തൊരു വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്, ഒരുപാട് പേര് പുറത്തുനിന്ന്. അവരോടൊക്കെ നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസർമാരെ എല്ലാവരും 99 പേരും വളരെ മാന്യമായിട്ട് പെരുമാറുന്നത്. 1-2 പേര് പെരുമാറി. അവരുടെ മോശം പെരുമാറ്റത്തിന് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണോ? അല്ലല്ലോ. അതുകൊണ്ട് ചൈനീസ് ഷീ ജിൻപിങ്ങുമായിട്ട് കെട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് എന്താ പറയുക, എന്ത് വില കൊടുത്തും ഇന്ത്യയെ ഒതുക്കുക,
അല്ലെ ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ള ഒരു കൂട്ടം ആളുകളുടെ ചിന്താഗതിയാണ് യുവതിക്കുള്ളത്. ഇവരുടെ പ്രശ്നം എന്താണ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇവര് ഈ നരേന്ദ്രമോദി ചെണ്ട കൊട്ടുകാരൻ എന്ന് വിളിക്കുന്നത്? ഇവരെ എനിക്കിപ്പോഴും എനിക്കിന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാത്ത, യുവതിനെ ആരെങ്കിലും അറിയുമെങ്കിൽ അവരോട് പറഞ്ഞു മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള പൊടിക്കൈകൾ കൊണ്ടൊന്നും ഇനി ജയിക്കാനും സാധിക്കില്ല. പാർലമെന്ററി മോഹം കിട്ടുകയില്ല. കാരണം ഒരു പഞ്ചായത്തിലേക്ക് പോലും ജയിക്കാൻ സാധിക്കില്ല. ജനങ്ങളുടെ ചിന്താശേഷി ഉയരങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അവർ ഇതുപോലെ പെട്ടിപ്പിടുത്തക്കാരോടൊന്നും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ കണ്ടത് എന്തിനും പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുക, ചാനലുകൾ നിറഞ്ഞു നിൽക്കുക. വോട്ടായി മാറില്ല. വോട്ടായി മാറണമെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് വേണം ഒരു അല്പമെങ്കിലും എന്തെങ്കിലും ഒരു ഞാൻ അതിലേക്കൊന്നും കൂടുതലൊന്നും കടക്കുന്നില്ല. പക്ഷെ ഇനി നിങ്ങളെ അഭിപ്രായം പറയുക. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു പക്ഷേ ഈ നരേന്ദ്രമോദി ചെണ്ട കൊട്ടുകാരെന്ന് വിളിച്ചിരിക്കുന്നത്?